യോഹന്നാൻ അധ്യായം 8. അതിരാവിലെ അദ്ദേഹം വീണ്ടും ദൈവാലയത്തിലെത്തി. ജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും വന്നുകൂടി. അവിടുന്ന് അവരെ ഉപദേശിക്കാൻ ഇരുന്നു. വേദജ്ഞരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അവർ അവളെ നടുവിൽ നിർത്തിയിട്ട് യേശുവിനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകളെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങെന്തു പറയുന്നു? അദ്ദേഹത്തെ കുറ്റം ചുമത്തേണ്ടതിന് എന്തെങ്കിലും തക്ക കാരണം കിട്ടുന്നതിന് അവർ പ്രയോഗിച്ച ഒരു കെണിയായിരുന്നു ഈ ചോദ്യം. എന്നാൽ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ ചോദ്യം തുടർന്നപ്പോൾ അദ്ദേഹം നിവർന്ന് അവരോട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്നു പറഞ്ഞു. അദ്ദേഹം വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അത് കേട്ട് കുറ്റബോധത്താൽ ഏറ്റവും മുതിർന്നവൻ മുതൽ എല്ലാവരും ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും അവിടെ നിന്നിരുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരെവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ എന്നു ചോദിച്ചു. ഇല്ല പ്രഭു, അവൾ പറഞ്ഞു. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇനിമേൽ പാപം ചെയ്യരുത്. യേശു വീണ്ടും ജനങ്ങളോട് സംസാരിച്ചു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ഇരുളിൽ നടക്കേണ്ടി വരികയില്ല. അവൻ ജീവന്റെ പ്രകാശമുള്ളവനായിരിക്കും. പരീശന്മാർ അദ്ദേഹത്തോട്, താങ്കളെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, അത് സത്യമല്ല എന്നു പറഞ്ഞു. യേശു മറുപടി പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ചു തന്നെ സാക്ഷ്യം പറയുന്നുവെങ്കിലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ മനുഷ്യന്റെ മാനദണ്ഡം വെച്ച് വിധിക്കുന്നു. ഞാൻ ആരെയും വിധിക്കുന്നില്ല. വിധിക്കുന്നെങ്കിലോ ഞാൻ തനിയെയല്ല, എന്നെ അയച്ച പിതാവിനോടുകൂടെയാകയാൽ എന്റെ വിധി സത്യമാകുന്നു. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്നെക്കുറിച്ചു തന്നെ സാക്ഷ്യം പറയുന്നു. എന്നെ അയച്ച പിതാവ് എന്നെപ്പറ്റി സാക്ഷ്യം പറയുന്നു. താങ്കളുടെ പിതാവ് എവിടെ? അവർ ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെയോ എന്റെ പിതാവിനെയോ അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദൈവാലയത്തിലെ ഭണ്ഡാര സ്ഥലത്ത് വെച്ചാണ് യേശു ഈ വാക്കുകൾ പറഞ്ഞത്. എങ്കിലും അദ്ദേഹത്തിന്റെ സമയം വന്നിട്ടില്ലായിരുന്നതുകൊണ്ട് ആരും അദ്ദേഹത്തെ പിടിച്ചില്ല. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. അതിനാൽ യഹൂദർ ചോദിച്ചു, ഇയാൾ ആത്മഹത്യ ചെയ്യുമോ? അതുകൊണ്ടായിരിക്കുമോ ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല എന്ന് ഇയാൾ പറയുന്നത്? യേശു ഇങ്ങനെ തുടർന്നു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിനുള്ളവരാണ്, ഞാനോ ഈ ലോകത്തിനുള്ളവനല്ല. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഞാൻ അങ്ങനെയുള്ളവനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. താങ്കൾ ആരാണ്? അവർ ചോദിച്ചു. യേശു മറുപടി പറഞ്ഞു, ഞാൻ എന്നെപ്പറ്റി ആദ്യം മുതലേ പറഞ്ഞു പോരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുവാനും വിധിക്കുവാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവിടുന്ന് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ലോകത്തെ അറിയിക്കുന്നു. അദ്ദേഹം തന്റെ പിതാവിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് അവർ ഗ്രഹിച്ചില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ ആരാകുന്നു എന്നും ഞാൻ സ്വയമായി ഒന്നും ചെയ്യാതെ എന്റെ പിതാവ് ഉപദേശിച്ചു തന്നത് മാത്രം സംസാരിക്കുന്നുവെന്നും നിങ്ങൾ അറിയും. എന്നെ അയച്ചവൻ എന്റെ കൂടെയുണ്ട്. അവിടുന്ന് എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. യേശു ഇത് സംസാരിച്ചപ്പോൾ പലരും അദ്ദേഹത്തിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ എന്റെ ശിഷ്യന്മാരായിരിക്കും. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. പിന്നെ ഞങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് താങ്കൾ പറയുന്നത് എങ്ങനെ? യേശു പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ സ്ഥിരമായി വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എപ്പോഴും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയെന്ന് എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ഭാവിക്കുന്നു.
എന്റെ വചനത്തിന് നിങ്ങളിൽ സ്ഥാനമില്ലല്ലോ. പിതാവിന്റെ സന്നിധിയിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. നിങ്ങളോ നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടിട്ടുള്ളത് ചെയ്യുന്നു. അബ്രഹാമാണ് ഞങ്ങളുടെ പിതാവ്. അവർ മറുപടി പറഞ്ഞു. അതിന് യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളായിരുന്നെങ്കിൽ അബ്രഹാം ചെയ്ത കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നു കേട്ട സത്യം നിങ്ങൾക്ക് തന്ന മനുഷ്യനായ എന്നെ കൊല്ലുവാൻ നിങ്ങൾ ഭാവിക്കുന്നു. അബ്രഹാം അങ്ങനെ ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ തന്നെ നിങ്ങളും ചെയ്യുന്നു. ഞങ്ങൾ ജാരസന്തതികളല്ല. അവർ പ്രതിഷേധിച്ചു. ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വമേധയാ വന്നതല്ല, അവിടുന്ന് എന്നെ അയച്ചതാണ്. എന്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടത്രേ. പിശാചെന്ന പിതാവിന്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യമുതലേ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലാത്തതുകൊണ്ട് അവൻ സത്യത്തിന്റെ വശത്തു നിൽക്കുന്നതുമില്ല. വ്യാജം പറയുമ്പോൾ അവൻ സ്വന്തം ഭാഷ സംസാരിക്കുന്നു. അവൻ വ്യാജം പറയുന്നവനും വ്യാജത്തിന്റെ അപ്പനും ആകുന്നു. എന്നാൽ ഞാൻ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതെന്ത്? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ അല്ലാത്തതുകൊണ്ടാണ് അവിടുത്തെ വാക്ക് കേൾക്കാത്തത്. യഹൂദർ പറഞ്ഞു, താങ്കൾ ഒരു ശമരിയാക്കാരനെന്നും ഭൂതം ബാധിച്ചവനെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? യേശു പറഞ്ഞു, എന്നെ ഭൂതം ബാധിച്ചിട്ടില്ല. ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുന്നു. നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. ഞാൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല. എന്നാൽ അത് അന്വേഷിക്കുന്ന ഒരുവനുണ്ട്. അവിടുന്നാണ് വിധികർത്താവ്. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ഇത് കേട്ട് യഹൂദർ പറഞ്ഞു, താങ്കൾ ഭൂതബാധിതനെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു. എന്നിട്ടും താങ്കൾ പറയുകയാണ്, ഒരുവൻ താങ്കളുടെ വചനം പ്രമാണിച്ചാൽ അവൻ ഒരിക്കലും മരണം ആസ്വദിക്കുകയില്ലെന്ന്. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ താങ്കൾ വലിയവനോ? അദ്ദേഹം മരിച്ചു, അതുപോലെ പ്രവാചകന്മാരും മരിച്ചു. താങ്കൾ ആരെന്നാണ് താങ്കളുടെ വിചാരം? യേശു മറുപടി പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ എന്റെ മഹത്വം ഏതുമില്ല. നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. നിങ്ങൾ അവിടുത്തെ അറിയുന്നില്ലെങ്കിലും ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെ അസത്യവാദിയാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നോർത്തു സന്തോഷിച്ചു. അദ്ദേഹം അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്തു. താങ്കൾക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, യഹൂദർ പറഞ്ഞു. എന്നിട്ടും അബ്രഹാമിനെ കണ്ടിട്ടുണ്ടെന്ന്. യേശു പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിനു മുമ്പേ ഞാനുണ്ട്. അപ്പോൾ അവർ അദ്ദേഹത്തെ എറിയുവാൻ കല്ലെടുത്തു. എന്നാൽ യേശു മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി.